ശരി എന്നാ. കഴിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ വീട്ടിൽ പോയി. നീ വണ്ടി നേരെ സ്റ്റാൻഡിലിട്, കഴിച്ചിട്ട് പോയാ മതി. എങ്ങനെയുണ്ട്? എടേ എന്തൊരു ഞണ്ടിന്റെ നാറ്റം. പിന്നെ ഞണ്ട് കറി വെച്ചാ ഞണ്ടിന്റെ നാറ്റം ഉണ്ടാവില്ലേ? ഒന്ന് മാറ്റിക്കൊടുന്ന പിന്നെ മാക്സ് ഒക്കെ വെച്ചാ ഞാൻ വീട്ടിൽ പോവാന്ന് പറയണം. അപ്പൊ ഞണ്ട് കറി വെച്ചേക്കെ അല്ലേ കഴിച്ചിട്ട് പോയാന്ന് പറഞ്ഞ് നിർബന്ധം. അതെ കുറച്ചുകൂടെ വാങ്ങിക്കാനല്ലേ? മറ്റേ കൊച്ചിനെ കൊടുക്കണേ. പ്ലേറ്റ്സ് കഴിച്ചാ? ഞാൻ വീട്ടിൽ പോയി കഴിക്കാന്ന് പറയുമ്പോ സമ്മതിക്കാനല്ല, ഞണ്ട് കറിയാണെന്ന് ഇവിടുന്ന് കഴിച്ചാൽ മതി. ഞാൻ ഏരിയ കൂടെ വിളിക്കാന്ന് പറഞ്ഞാ അപ്പൊ ഇവന്നെ പറഞ്ഞു വെറുതെ കുറച്ചല്ലേ വാങ്ങിച്ചുള്ളൂ. ഞാൻ എന്റെ ഇടയിൽ കൂടെ തങ്ക് എനിക്ക് ആ കാലിന്റെ പീസ് മതി. കാലിന്റെ പീസ് എന്ന് പറയുമ്പോഴേ ഇതിപ്പോ നമ്മള് ഒരു പ്രത്യേക തരത്തിൽ വെച്ചതാ ഇത്. അപ്പൊ അങ്ങനെ പീസായിട്ട് ഇട്ട് കൊടുക്ക അങ്ങോട്ട്. നല്ലതാ. ഇതൊക്കെ കൂട്ടി നോക്ക്. കൂട്ടി വെക്കേ. നല്ലതാ. നല്ലതല്ലേ? രസല്ല? നല്ല മണമൊക്കെ ഉണ്ടടാ. എന്താ ഇത്? ഇത് ഞണ്ട് തീയൽ. എന്താ ഞണ്ട് തീയൽ? തൊണ്ടൊക്കെ പാടെ അരച്ച് കലക്കിയതാണ്. തൊണ്ടൊന്നുമില്ല. പിന്നെ തൊണ്ടൊന്നുമില്ല. ഇതെന്ത് മിക്സിയിലിട്ട് അടിച്ചാ ഞണ്ട്? അല്ല, കുക്കറിൽ വെച്ചു. കറക്റ്റ് 4 വിസില് ഞാൻ ഓഫ് ചെയ്തതാ. ഇതൊക്കെ ഞണ്ടാരെങ്കിലും ഈ കുക്കറിലിട്ട് വയ്ക്കോ? എനിക്കറിയാൻ വയ്യ. എന്തിന് പറയണം എന്റെ ദൈവമേ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? നിനക്ക് വെക്കാൻ അറിയാമെങ്കിൽ മാത്രം ഇതിന് മെനക്കെട്ടാന്ന് പറഞ്ഞല്ലേ? എനിക്ക് വെക്കാൻ അറിയായിരുന്നു. എന്നിട്ട് ഇതിലെ കഷ്ണം എവിടെ? കഷ്ണം ഉണ്ടല്ലോ അതില്. എവിടെ ഇതില് കഷ്ണം? കഷ്ണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രത്യേക തരത്തില് ഞങ്ങളിങ്ങനെ വെച്ചതാ. അതിന്റെ ദശ എടുത്ത് കലക്കി വെച്ചതാ. എന്റെ പൊന്ന് തങ്ക, നിങ്ങൾ എന്താണ് ഇത് കാണിച്ചത്? എല്ലാം കൂടെ അരച്ച് കലക്കിയതാണോ? അല്ല, അതില് ജീവനുള്ള ഞണ്ടുണ്ടായിരുന്നില്ലേ, അതിനെ ഞങ്ങള് പിടിച്ചപ്പോ അത് അവിടെ നിന്നില്ല. അപ്പൊ തല്ലിക്കൊന്നു. എന്തൊക്കെയാണ് ഇവര് പറയുന്നത്? അല്ല തങ്കം, ഞണ്ട് കറി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞണ്ട് കറി കണ്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വെക്കാൻ പോയപ്പോഴാണ് നാത്തും വന്ന് എന്നെക്കാ നന്നായിട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റോർത്താൻ പറഞ്ഞിട്ട് മതി. ഞാൻ അവിടെ മര്യാദ സവാള നീ അല്ലടി കൂടെ വിളിച്ചെന്നെ കയറ്റിയത്. അപ്പൊ ഞാൻ അവിടെ ഞണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നാത്തൂനല്ലേ പറഞ്ഞെ സ്കൂളില് കുഞ്ഞിലേ തൊട്ട് നാത്തു നന്നായിട്ട് വെക്കൂന്ന്. അല്ല മോനെ, നീ ഓർത്ത് നോക്കിയാ, അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ അമ്മയുടെ കൂടെ നീ നിന്റെ 8ന് 10ന് കഥ നിർത്തിക്കേ. അത്ര മോശമല്ല. നീ കഴിച്ചു നോക്ക്, കഴിക്കാതെ എങ്ങനെയാ? രാവിലെ എന്ത് മറ്റേ ഞണ്ടുകരയുടെ കാര്യം പറഞ്ഞ അപ്പൊ ഒരു ബുദ്ധി തോന്നിയതാണ്. എന്നിട്ട് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാ ഞാൻ അത് വാങ്ങിച്ചത് തന്നെ. അറിയില്ലെങ്കിൽ അത് പറയണം അറിയില്ലാന്ന്. അറിയാലോ, നല്ലതല്ലേ? കിട്ടി കഷ്ണം കിട്ടി. കഷ്ണം കിട്ടിയാൽ നിന്റെ മറ്റൊരു കൊണ്ടോടും. ഇപ്പൊ ഒന്ന് ഉച്ചക്ക് പട്ടിണി കിടക്കണ്ടേ? എനിക്ക് വേണ്ട ചോറ്. അതല്ല, ഞാൻ രാവിലെ വെച്ച സാമ്പാറുണ്ട്, അത് കൂട്ടാം. എന്തടി ഒലക്ക പിടിക്കാൻ പോലെ നിൽക്കണ? സാമ്പാർ എടുത്തിട്ട് ഒഴിക്ക്. ആ സാമ്പാർ ഇങ്ങോട്ട് എടുക്കാൻ. ഞണ്ട് വെക്കാൻ അറിയാതെ പിന്നെ